കേരളത്തിൽ സിനഡ് സർക്കുലറിൽ പ്രതിഷേധം. സർക്കുലർ ചവറ്റുകുട്ടയിൽ ഇട്ട് ഒരു വിഭാഗം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമമെന്നും ആരോപണം. തൃശൂരും പാലക്കാടും വീണ്ടും ഭൂചലനം. തുടർചലനം പുലർച്ചെ 3:56-ന്. ആശങ്കയോടെ ജനം. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നും തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ. തോൽവി ചർച്ച ചെയ്യാൻ സിപിഎം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. റായ്ബറേലിയോ വയനാടോ? രാഹുലിന്റെ തീരുമാനം ഉടൻ. റായ്ബറേലി നിലനിർത്താൻ സാധ്യത. ഉപതെരഞ്ഞെടുപ്പിലേക്ക് വയനാട്. തൃത്താലയിൽ ഗ്രേഡ് എസ്ഐയെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. സംഭവം വാഹന പരിശോധനയ്ക്കിടെ. പ്രതി അലനായി തെരച്ചിൽ. പെരുന്നാൾ ആഘോഷത്തിന് തയ്യാറെടുത്ത് ഇസ്ലാം വിശ്വാസികൾ. കേരളത്തിൽ ബലിപെരുന്നാൾ നാളെ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ആഘോഷം. ഇടത് വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. 9 രാജ്യസഭാ സീറ്റുകളിൽ 5-ലും മുസ്ലിങ്ങൾ. ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും വെള്ളാപ്പള്ളി യോഗനാഥം മുഖപ്രസംഗത്തിൽ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം പത്തനംതിട്ട സ്വദേശികളുടെ സംസ്കാരം ഇന്ന്. പ്രിയപ്പെട്ടവർക്ക് വിട നൽകാൻ നാട്. ദുരിതക്കയത്തിൽ പാലക്കാട് കൊമ്പുംകുണ്ട് കോളനിയിലെ ആദിവാസികൾ. ജീവിതം തകർന്നു വീഴാറായ വീടുകളിൽ. ശുചിമുറി അടക്കമുള്ള അടിസ്ഥാന സൌകര്യങ്ങളുമില്ല. കനിവ് കാട്ടാതെ സർക്കാരും. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ബയോമൈനിംഗ് തുടരുന്നു. ഇതുവരെ സംസ്കരിച്ചത് 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യം. വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. സീറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ വിമത വിഭാഗം പ്രതിഷേധിക്കുകയാണ്. ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ആവശ്യം. സർക്കുലർ കത്തിച്ചും ചവറ്റുകൊട്ടയിലിട്ടുമാണ് പ്രതിഷേധം. ഡാനി പോളുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഡാനി, തർക്കം രൂക്ഷമാകുകയാണല്ലോ. ഇങ്ങനെ തുടർന്നാൽ അത് വലിയ പ്രതിസന്ധിക്കിടയാക്കില്ലേ? കുർബാന ഏകീകരണ വിഷയം സിറോ മലബാർ സഭയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ സങ്കീർണതകളിലേക്ക് കടക്കുകയാണ്. ജൂലൈ മാസം, അടുത്ത മാസം 4-ാം തീയതി മുതൽ കർശനമായി നടപ്പാക്കണം. അല്ലാത്ത പക്ഷം അവർക്കെതിരെ ഇത് ചൊല്ലാത്ത, പുതിയ കുർബാന ക്രമത്തിലേക്ക് വരാത്ത വൈദികർക്കെതിരെ കർശനമായ നടപടികളുണ്ടാവും. അവർ സഭയിലുണ്ടാകില്ല എന്നാണ് ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ പറയുന്നത്. എന്നാൽ ഈ സർക്കുലറിനെതിരെ തന്നെ പ്രതിഷേധം വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് പ്രതിഷേധം നേരത്തെ മുതൽ തന്നെയുള്ളത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വലിയ വിഭാഗം വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളും ഈ സർക്കുലറിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കേണ്ടതാണ്. എന്നാൽ തങ്ങളിത് പള്ളികളിൽ വായിക്കില്ല എന്ന് വലിയൊരു വിഭാഗം വ്യക്തമാക്കുകയും
ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവർ ഇതിന്റെ പ്രതിഷേധത്തിലേക്ക് വരികയും ഈ സർക്കുലർ ഇവിടെ അവർ അത് ഇവിടെ കീറി എറിയുകയും എല്ലാം തന്നെ ചെയ്തത് വിശ്വാസികളുടെ ഒരു ഭാഗം നമുക്കൊപ്പം തന്നെ എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? എന്താണ് ഈ സർക്കുലറിനെതിരെ ഞങ്ങളുടെ നിലപാട് ഇനി ഉറച്ചു തന്നെ പോവും. ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ഈ 500ഓളം വരുന്ന വൈദികരെയും 6 ലക്ഷം ജനങ്ങളെയും ഒരു കടലാസിന്റെ തുമ്പിലൂടെ പുറത്താക്കാനായിട്ട് അവര് അനുശാസിക്കുന്നുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്നില്ല. നമ്മുടെ 30 വർഷത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുർബാന, 60 വർഷത്തോളം ഞങ്ങൾ അനുഷ്ഠിച്ചിരിക്കുന്ന ഈ കുർബാന ഒരു സുപ്രഭാതത്തിൽ കടലാസ് ഇട്ടുകൊണ്ട് മാറിപ്പോവാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളും വൈദികരും സമ്മതിക്കത്തില്ല ഒരു കാരണവശാലും. ഈ സഭയിൽ വരുന്ന മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉയരുന്നില്ല. സഭയിൽ വരുന്ന മാറ്റങ്ങള് കാലാന്തരം നമുക്ക് മാറ്റിയെടുക്കാം. ആവശ്യമായ ഇതിൽ വെച്ചിട്ട് അവര് ചർച്ച ചെയ്ത് സമയമെടുത്ത് വേണം ഇത് മാറ്റാനായിട്ട്. ഒരു സുപ്രഭാതത്തിൽ നാളെ മുതൽ ഈ കുർബാന ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരംഗീകരിക്കും? ഒരു രീതിയിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള സർക്കുലറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് താഴത്ത് ഓൾറെഡി കഴിഞ്ഞ സെനിറ്റൽ വിസിറ്റ് മാർപ്പാപ്പയ്ക്ക് കൊടുത്തപ്പോ താഴത്ത് ഒരു പരാതി എഴുതി കൊടുത്തിരുന്നു എറണാകുളം അങ്കമാലി രൂപതയ്ക്കെതിരെ. അതില് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്രാവശ്യം സെനറ്റിലെ ഈ സർക്കുലറിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സർക്കുലർ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തത് സിനഡല്ല, ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ കറുത്ത കരങ്ങളുണ്ട്. എന്തായാലും ഇപ്പൊ ഒരു വലിയ രീതിയിലൊരു വിഭാഗീയതയിലേക്കും കാര്യങ്ങളിലേക്കും പോവുകയാണല്ലോ. ഈ സങ്കീർണതകൾ തുടരുന്നത് തന്നെയാണോ? നമ്മുടെ സുവിശേഷം തന്നെ പറയുന്നത് വേർപിരിഞ്ഞു പോകുന്ന കുഞ്ഞാടൻ തേടി പോകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ മേലെ ഇരിക്കുന്ന മേലധ്യക്ഷന്മാർക്ക് നമ്മളോട് അങ്ങനെ ഒരു കടപ്പാടില്ല എന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു തന്നെ പോവും. ഇതുപോലെയാണ് പ്രതികരണങ്ങൾ. കാരണം ഈ ഒരു സർക്കുലറിനെ അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക തീരുമാനങ്ങളെ, നിലപാടുകളെ വിമർശിക്കുന്നവർ, എതിർക്കുന്നവർ എല്ലാവരും തന്നെ ഇങ്ങനെയൊരു വരുന്ന നാളുകൾ കൂടുതൽ കലുഷിതമാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഇടവകകളിലും സർക്കുലർ ഇന്ന് വായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അത് ഇത് കീറിയെറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത് സർക്കുലർ കത്തിച്ചുകൊണ്ടോ ഉള്ള പ്രതിഷേധങ്ങൾ പല ഇടവകളിലും തന്നെ നടക്കുകയുണ്ടായി. അതേസമയം സർക്കുലർ വായിക്കാത്ത പള്ളികളിൽ തങ്ങൾ അത് പള്ളിക്ക് പുറത്തുനിന്ന് വായിക്കുമെന്നാണ് ഔദ്യോഗിക പക്ഷത്തെ പിന്തുണയ്ക്കുന്ന വിശ്വാസികളുടെ സംഘം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കുർബാന ഏകീകരണ വിഷയത്തിൽ സിറോ മലബാർ സഭയിൽ നാളുകൾക്ക് ശേഷം വീണ്ടും സങ്കീർണതകൾ വർദ്ധിക്കുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ വിമത വിഭാഗം പ്രതിഷേധിക്കുകയാണ്. സർക്കുലർ പിൻവലിക്കണമെന്നാണ് ആവശ്യം. സർക്കുലർ കത്തിച്ച് ചവറ്റുകൊട്ടയിലിട്ടായിരുന്നു ഇന്ന് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും ഡാനി പോൾ. തൃശൂരും പാലക്കാടും പുലർച്ചെ വീണ്ടും ഭൂചലനമുണ്ടായി. 3.56 ആണ് 4 മണിയോടുകൂടിയാണ് ഇന്ന് ഭൂചലനമുണ്ടായത്. ആനക്കര, തൃത്താല, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. സെക്കൻഡുകൾ മാത്രമായിരുന്നു ദൈർഘ്യം. കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, വേലൂർ മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇന്നത്തെ ഭൂചലനം ഏതെങ്കിലും തരത്തിലുള്ള നാശമുണ്ടാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം വീടുകൾക്കൊക്കെ വിള്ളൽ വീണ സ്ഥിതിയുണ്ടായിട്ടുണ്ട്. ഒപ്പം തുടർച്ചയായിട്ടുണ്ടാകുന്ന ഭൂചലനത്തിൽ ജനം ആശങ്കയിലായിരിക്കും. അധികൃതർ എന്താണ് പറയുന്നത്? പാർവതി, ഇന്ന് പുലർച്ചെ 3:55 പാലക്കാട്, തൃശൂർ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ തൃത്താല, അതുപോലെ തന്നെ തിരുമിറ്റക്കോട് ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി ഭാഗങ്ങൾ തൃശൂർ ജില്ലയിൽ ചേർന്നതാണ് ഈ പ്രദേശങ്ങൾ. ഇവിടെയാണ് ഭൂചലനം ഉണ്ടായത്. ഇന്നലെയും ഇവിടെ തന്നെയായിരുന്നു. ഇന്നലെ 8:15 അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ പുറത്തുണ്ടായിരുന്ന സമയത്തായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഭൂമിയുടെ അടിയിൽ നിന്ന് വലിയ ഒരു ശബ്ദം കേട്ടു എന്നാണ് ഇന്നലെ ആളുകൾ പറഞ്ഞിരുന്നത്. ഇതോടുകൂടി ആളുകളെല്ലാം തന്നെ വീടുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം പുറത്തേക്ക് ഓടി. ഷെൽഫിലും മറ്റും വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം തന്നെ വലിയ ശബ്ദത്തോടു കൂടി താഴോട്ട്
വീണ സംഭവമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 3:55 സമയത്തായതുകൊണ്ട് തന്നെ ആളുകളൊന്നും അധികം ഉണർന്നിട്ടുണ്ടായിരുന്നില്ല, പുറത്തൊന്നും ആരും ഉണ്ടാകാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കൃത്യമായി തന്നെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ചെറിയൊരു ചലനം അനുഭവപ്പെട്ടതായി തോന്നിയത്. അങ്ങനെയാണ് ആളുകൾ ഇത് ഭൂചലനമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്നലെ ജിയോളജി റവന്യൂ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. എന്തായാലും ഭൗമശാസ്ത്ര ഗവേഷണ സംഘം ഉൾപ്പെടെ പരിശോധന നടത്തിയേക്കും വരും ദിവസങ്ങളിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആളുകൾ പരിഭ്രാന്തിയിലാണ്. തുടർച്ചയായി 2ാം ദിവസവും ഭൂചലനം റിപ്പോർട്ട് ചെയ്തതോടുകൂടി ആളുകൾ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ് ഈ പ്രദേശത്ത്. പക്ഷേ അത്ര പരിഭ്രാന്തിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ഈ ദേശമംഗലം അതുപോലെ തന്നെ തൃത്താല ഭാഗങ്ങളിൽ മുമ്പും ഇതുപോലെ തന്നെ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂചലനത്തിൻ്റെ പ്രധാന ഉത്ഭവ കേന്ദ്രമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള പഠനങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടത്. എന്തായാലും ആളുകൾ ഭീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ സാധാരണ നിലയിൽ ഉണ്ടായത് പരിശോധന കഴിഞ്ഞ് പരിശോധനയ്ക്ക് ശേഷം സംഘം ഇവിടുന്ന് മടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും പുലർച്ചെ ഉണ്ടായതോടുകൂടി വീണ്ടും വിദഗ്ധ പരിശോധന വേണ്ടിവരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തൃശൂരും പാലക്കാട് ജില്ലയിലും ഇന്ന് വീണ്ടും ഭൂചലനമുണ്ടായി. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഭൂചലനമുണ്ടായത്. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും എസ് വിനേഷ് കുമാർ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി. നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിനെതിരാക്കി. ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. വി അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, തിരുവനന്തപുരത്തെ ദയനീയ പരാജയം തന്നെയാണോ ആഴത്തിലുള്ള പരിശോധനയ്ക്ക് CPIയെ പ്രേരിപ്പിച്ചത്? CPIയുടെ നേതൃയോഗങ്ങളിൽ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രി മാറണമെന്ന ആവശ്യമുയർന്നു. അതിന്റെ തുടർച്ച ഇന്നലെ ചേർന്ന ജില്ലാ ആവശ്യമുയർന്നു. അതിന് തുടർച്ച ഇന്നലത്തെ ജില്ലാ കൌൺസിൽ യോഗത്തിലുമുണ്ടായി. മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും തിരിച്ചടിയായി. സർക്കാർ വലിയ പരാജയമായി മാറുകയാണ്. അത് മുഖ്യമന്ത്രി മാത്രമല്ല, മറ്റു മന്ത്രിമാരും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. CPI മന്ത്രിമാർക്കെതിരെയും വിമർശനമുണ്ടായി. ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനും അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവുമൊക്കെ മുടങ്ങിയത് തിരിച്ചറിയായി. അത്തരമൊരു വിരുദ്ധ വികാരമുണ്ടെന്ന് തിരിച്ചറിയാൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും മുന്നണിക്ക് സാധിച്ചില്ല എന്ന വിമർശനം വന്നു. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് മറ്റു പ്രധാനപ്പെട്ട പരാജയ കാരണമായി CPI ജില്ലാ കൌൺസിലിൽ ഉയർന്ന ചർച്ചകളിൽ ഉയർന്നു കേട്ടത്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ റാലികൾ, സമരങ്ങൾ അത് മതയോഗങ്ങളായി മാറി. രാഷ്ട്രീയ ക്യാമ്പയിനായി ഏറ്റെടുക്കേണ്ട വിഷയമായിരുന്നു അത്. പക്ഷേ പലപ്പോഴും മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത അവസരം നൽകുക ഏതെങ്കിലും മതപണ്ഡിതനോ മതസംഘടന നേതാവിനോ ആയിരുന്നു. അങ്ങനെ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന വിമർശനവും നേതൃയോഗത്തിലുണ്ടായി. അരുൺ, മറ്റൊരു കാര്യം, രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വിമർശനം കൊണ്ട് ശൈലി മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് CPI കരുതുന്നുണ്ടോ? അത്തരം ചർച്ചകൾ യോഗങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും വലിയ വിമർശനങ്ങൾ മൊത്തത്തിൽ സർക്കാരിനെതിരെ ഉയർന്നു വന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന കാര്യം അംഗീകരിക്കുന്നില്ല. പകരം മോദി സർക്കാരിനെതിരായ ജനവികാരം അത് UDFന് ഗുണം ചെയ്തു എന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. എന്നാൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ നേതാക്കളുമൊക്കെ ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് പരോക്ഷമായെങ്കിലും സമ്മതിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുഖ്യമന്ത്രി മാറുമെന്ന് ഇപ്പോൾ ആരും കരുതുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ശൈലിയിലെങ്കിലും തിരുത്തൽ വേണമെന്ന അഭിപ്രായം CPMലും CPIയിലും ഘടകകക്ഷികൾക്കുള്ളിലും പൊതുവിൽ രൂപപ്പെടുകയാണ്. അരുൺ, തുടരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന CPM നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാകും. ഈ BJP വിരുദ്ധ വോട്ടുകൾ UDFനായി ഏകീകരിക്കപ്പെട്ടുവെന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഇഴകീറി പരിശോധനയുണ്ടാകുമോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് ഇടതുമുന്നണി CPM നേരിട്ടതെന്ന് നേതൃത്വം ഒന്നടങ്കം അംഗീകരിക്കുന്നു. എന്നാൽ അതിന്റെ തോത് ഏത് തരത്തിലുണ്ടായി എന്ന കാര്യത്തിലാണ് തർക്കമുള്ളത്. ഏതായാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന അഭിപ്രായവും ശക്തമാണ്. ഏതുവരെ മാറ്റങ്ങൾ ഉണ്ടാകും? മുഖ്യമന്ത്രി മാറണമെന്ന അഭിപ്രായമുള്ളവർ പാർട്ടിയുടെ കീഴടങ്ങളുണ്ട്. പക്ഷേ മേൽത്തട്ടിലെത്തുമ്പോൾ അത്തരം ചർച്ചകൾ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ലെന്ന പൊതു ധാരണ CPMലുണ്ട്.
തിരുത്തൽ ഏതറ്റം വരെ പോകും, ഏത് അളവ് വരെ പോകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ചർച്ചകൾ ഏത് തലം വരെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനമായത് മാറുമോ, ഭരണവിരുദ്ധ വികാരം എന്ന പൊതു ചർച്ചകൾ CPM-ന്റെ സംസ്ഥാന നേതൃത്വങ്ങളും അംഗീകരിക്കുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയണം. ഇന്ന് നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്നുള്ള 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയുമാണ് യോഗം ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമാകും. കേന്ദ്ര നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്നും VV അരുൺ. കേരളത്തിലുള്ള 9 രാജ്യസഭാ സീറ്റുകളിൽ 5ലും മുസ്ലിങ്ങളെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇടത് വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു. മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. ഇന്ന് പുറത്തിറക്കിയ യോഗനാഥം മാസികയുടെ മുഖപത്രത്തിലാണ് വിമർശനങ്ങൾ. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണെന്നും വെള്ളാപ്പള്ളി മുഖപ്രസംഗത്തിൽ കുറിച്ചു. ശരണ്യ സ്നേഹിതരുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരണ്യ, യോഗനാഥം മാസികയിലെ മുഖപത്രത്തിൽ എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി വിമർശനമായി ഉന്നയിക്കുന്നത്? പാർവതി, തെരഞ്ഞെടുപ്പിന് ശേഷം ഇഴവ് വിഭാഗങ്ങൾക്ക് വ്യക്തമായ ഒരു വിയോജിപ്പ് ഉണ്ട് എന്നുള്ള, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പോയ വിഭാഗമാണ് ഈഴവ് വിഭാഗം. ആ ഈഴവ് വിഭാഗത്തിന് ഇപ്പോഴുള്ള നിലപാടുകളോട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞിരുന്നു. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷ പ്രീണനമാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം കാട്ടുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും CPM-നാണ് ഇത് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടായതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾക്കും ക്രിസ്ത്യ വിഭാഗങ്ങൾക്കും പുതിയൊരു രാഷ്ട്രീയ ചേരിയിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി കടുപ്പിച്ചാണ് യോഗനാഥത്തിന് ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ളത്. കേരളത്തിലുള്ള 9 രാജ്യസഭാ സീറ്റുകളിലും 5ലും മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് 2 സീറ്റുകൾ മാത്രമാണ് നൽകിയത്. ഇടത് വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ളതാണ്. മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ വിജയിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണ്. സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ലോക ചരിത്രമെന്നും വെള്ളാപ്പള്ളി യോഗനാഥത്തിൽ വ്യക്തമാക്കുന്നു. സാമൂഹിക സാമ്പത്തിക സർവേ നടത്താൻ വെല്ലുവിളിക്കുന്നു. ഇരു മുന്നണികളെയും വെല്ലുവിളിക്കുന്നു. സർവേ നടത്തിയാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. വിമർശനം ഇന്ന് പുറത്തിറങ്ങിയ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിലാണ് ഉള്ളത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഷ്ട്രീയപരമായ ഒരു മാറ്റം ഈഴവ സമുദായം കാട്ടിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്നോണം തിരഞ്ഞെടുപ്പിന് ശേഷവും അവരുടെ അതിർത്തി പൂർണ്ണമായി തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഈഴവ വിഭാഗത്തിന്റെ ഒരു അകൽച്ച അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനും ആണ്. അത് ആലപ്പുഴ അടക്കം അത് പ്രത്യക്ഷ ഉദാഹരണങ്ങളായി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കണക്കുകൾ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഒരു പടി കൂടി നിലപാട് കടുപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ കൂടുതലായി തുറന്നു പറയുന്നത്. ഇതൊക്കെ തുറന്നു പറയുന്നതിന്റെ ഭാഗമായി താൻ ഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഘോഷിക്കപ്പെട്ടോട്ടെ എന്നുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പാർവതി, ഇടത് വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ വിമർശനം. യോഗനാഥം ഇന്ന് പുറത്തിറക്കിയ യോഗനാഥം മാസികയുടെ മുഖപ്രസംഗത്തിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകുന്നത്. ശരണ്യ, തുടരുക. സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തണമെന്നാണ് വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നത്, അല്ലേ? എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് അതിയായ
വിവിധ മാറി വരുന്ന സർക്കാരുകളുടെ ഗുണം പറ്റുന്നു എന്നുള്ള ആരോപണമൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിലടക്കം അനുവദിക്കുന്ന ഇളവുകളെ സംബന്ധിച്ചുമൊക്കെ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഈ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ കണക്കുകൾ പുറത്തു വരുമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് അദ്ദേഹം വ്യക്തമാക്കുന്ന ഇടത് വലത് മുന്നണികൾ എന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോൾ പോലും നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പോയിട്ടുള്ള സമുദായമാണ് ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിനകത്ത് ഇത്തവണ ഒരു വലിയ ഒഴുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ആലപ്പുഴ അടക്കമുള്ള ഈഴവ മേഖലയ്ക്ക് ഏറ്റവും അധികം മുൻതൂക്കമുള്ള ആലപ്പുഴ ജില്ലയിലെ ലോക്സഭാ മണ്ഡലത്തിലടക്കമുള്ള പല നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ പരിശോധിച്ചാൽ അത്തരത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ വോട്ട് CPM-ൽ നിന്നും അകന്നു പോയി എന്നുള്ള രീതിയിൽ കണക്കുകൾ വ്യക്തമാവുകയും ഈഴവ സമുദായത്തിന് വ്യക്തമായ ഒരു വിയോജിപ്പും അതൃപ്തിയും ഉണ്ടായി എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പത്രസമ്മേളനത്തിന് പിന്നാലെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിന്റെ വിയോജിപ്പുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ നിയമപരമായി വെള്ളാപ്പള്ളിയെ നേരിടുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമാക്കിയിരുന്നു. അത്തരം തിരിച്ചടികളൊക്കെ അല്ലെങ്കിൽ അത്തരം എതിർപ്പുകളൊക്കെ നിലനിൽക്കുമ്പോഴും തങ്ങളുടെ നിലപാടിൽ വ്യതിചലിക്കുന്നില്ല, ആ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരമൊരു മുഖപ്രസംഗം എഴുതി തന്നെ പ്രത്യേകിച്ച് SNDP യോഗത്തിന്റെ SNDP യോഗം പുറത്തിറക്കുന്ന മാസികയാണ് യോഗനാഥം. ആ യോഗനാഥത്തിൽ തന്നെ എഡിറ്റോറിയലായി എഴുതുന്നത് അത് ഒരു വെള്ളാപ്പള്ളിയുടേതല്ല, കേവലം വെള്ളാപ്പള്ളിയുടെ മാത്രം അഭിപ്രായമല്ല, അതൊരു സമുദായത്തിന്റെ മുഴുവൻ അഭിപ്രായമാണ് എന്നുള്ള രീതിയിൽ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അത് അത്തരത്തിൽ അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം വിയോജിപ്പുകൾ ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് പ്രധാനമായും വലതുപക്ഷത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇടതുപക്ഷത്തിനെതിരായുള്ള തന്നെയുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനം തന്നെയാണ്. ശരണ്യ, ക്രൈസ്തവ സമൂഹം BJP-യുമായി അടുക്കുന്നു എന്ന സന്ദേശം കൂടി വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നില്ലേ? തീർച്ചയായിട്ടും അത് അദ്ദേഹം കഴിഞ്ഞ ദിവസവും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഇതര ക്രൈസ്തവ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, ഇതര ക്രൈസ്തവ വിഭാഗങ്ങൾ ഇവരൊക്കെ തന്നെ ഈ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി, അതായത് ഇടത് വലത് മുന്നണികൾ നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി അവർ മറ്റൊരു തരത്തിലേക്ക് ഒതുക്കപ്പെടുന്നു എന്നുള്ള ആരോപണം അദ്ദേഹം ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഈ ക്രിസ്തീയ വിഭാഗമാണെങ്കിൽ UDF-നെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഈഴവ വിഭാഗമാണെങ്കിൽ അത് LDF-നെയും പിന്തുണച്ചിരുന്ന വിഭാഗങ്ങളാണ്. വിഭാഗങ്ങളാണ്. പക്ഷെ അവർക്കിടയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതാണ് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയം, BJP-യുടെ തിരഞ്ഞെടുപ്പ് വിജയം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലൊരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും നാൾ ചേർന്ന് നിന്ന് ഇടതുപക്ഷത്തിൽ നിന്നും അത്തരം ഒരു പൂർണ്ണമായ പിന്തുണ ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു അതിർത്തിയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എന്നുള്ളത് വ്യക്തമാണ്. ഇടതു വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നും മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നുമാണ് യോഗനാഥം മാസികയുടെ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജിത്ത്. കൊട്ടാരക്കര പുത്തൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. തെക്കുംചേരി സ്വദേശി സുകന്യയെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഭർത്താവ് അജിത് ലാൽ പോലീസ് പിടിയിലായി. കൊട്ടാരക്കരയിൽ നിന്നും വിനീഷ് ഉണ്ട്. വിനീഷ്, എന്താണ് സംഭവിച്ചത്? വിനീഷിലേക്ക് തിരികെ എത്താം. കൊട്ടാരക്കര പുത്തൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായിരിക്കുന്നു. തെക്കുംചേരി സ്വദേശി സുകന്യയാണ് ഭർത്താവ് കൊലപ്പെടുത്താനായി ശ്രമിച്ചത്. ഇയാൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം. കുടുംബവഴക്കാണ് ഈ ഒരു അക്രമത്തിന് ഇയാളെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത്. തെക്കുംചേരി സ്വദേശി സുകന്യയെയാണ് ഭർത്താവ് അജിത് ലാൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചത്.
വാർത്തയിലേക്ക് തിരികെ എത്താം ഒരിടവേളയ്ക്ക് ശേഷം. CPI-ക്കുള്ളിൽ ഈ പരാജയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. CPM-ലും പലരും ഇതൊക്കെ പറയാതെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഉള്ള വിലയിരുത്തലുകൾ. കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, നവകേരള സദസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ, ഈ സപ്ലൈകോയിലെ പ്രശ്നങ്ങളുണ്ട്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്, ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി സംഭവിച്ചിട്ടുണ്ട്. അത് ജനം വിലയിരുത്തി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സർക്കാരിനെയും മറ്റും. CPI ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിൽ അത് ഈ ഒരു തിരുത്തലിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച ചേർന്ന CPI ജില്ലാ എക്സിക്യൂട്ടീവ് തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രി മാറണം, മുഖ്യമന്ത്രിയുടെ രാജി വേണമെന്ന ആവശ്യം. വാർത്താരംഭത്തിലേക്ക് വീണ്ടും. കൊട്ടാരക്കര പുത്തൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. തെക്കുംചേരി സ്വദേശി സുകന്യയാണ് ഭർത്താവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എസ് വിനീഷ് ഉണ്ട് കൊട്ടാരക്കരയിൽ നിന്നും. വിനീഷ്, എന്താണ് സംഭവിച്ചത്? പാർവതി, ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം നടത്തുകയായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവം നേരത്തെയും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. 25 വയസ്സുള്ള സുകന്യയാണ് കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിച്ചത്. ഉടൻ തന്നെ സുകന്യ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതായത് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ സുകന്യയുടെ ദേഹത്തേക്ക് എടുത്ത് ഒഴിക്കുകയും തീ കൊളുത്താൻ ശ്രമം നടത്തുകയും ചെയ്തു. ഉടൻ തന്നെ ഇത് മനസ്സിലാക്കിയ സുകന്യ തൊട്ടടുത്തുള്ള വീട്ടിൽ പ്രാണരക്ഷാർത്ഥം ഓടിക്കയറുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. സമാനമായ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട് ഇയാൾക്കെതിരെ. അതുപോലെ തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഭർത്താവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പുത്തൂർ പോലീസ്. നേരത്തെ ഇത്തരത്തിലുള്ള സംഭവത്തെ തുടർന്ന് ഇരുവരെയും വിളിച്ച് കൗൺസിലിംഗ് ഒക്കെ നൽകിയിരുന്നു. പക്ഷേ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതായിട്ടാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലാണ്. പാർവതി, ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയതൊപ്പം ഈ യുവതിക്ക് ഏതെങ്കിലും സാരമായി പരിക്കേറ്റിട്ടുണ്ടോ? സാരമായ പരിക്ക് എന്ന് പറയാൻ ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായി, അതായത് മരിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അക്രമ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ യുവതിയുടെ ദേഹത്തേക്ക് അവിടെ കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഉടൻ തന്നെ ഈ മനസ്സിലാക്കിയ യുവതി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറുകയും വീട്ടുകാരോട് വിവരം പറയുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് പുത്തൂർ പോലീസിനെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. മുൻപും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പോലീസ് ഈ ഒരു സംഭവം കാണുന്നത്. ശരി. കൊല്ലം പുത്തൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായിരിക്കുന്നു. തെക്കുംചേരി സ്വദേശി സുകന്യയാണ് ഭർത്താവ് അജിത് ലാൽ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്നും വിനീഷ്. തൃശൂരിൽ കെ മുരളീധരനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ്. DCC ഓഫീസിലേക്കുള്ള വഴിയിലാണ് ഫ്ലെക്സ് ബോർഡ് കണ്ടെത്തിയത്. മുരളിയോടുള്ള മാപ്പപേക്ഷയാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ മുരളിയേട്ട മാപ്പ് എന്നാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല. തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. റായ്ബറേലി, വയനാട് സീറ്റുകളിൽ ഏത് നിലനിർത്തണമെന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഉടനുണ്ടാകും. ഇന്നോ നാളെയോ തീരുമാനം അറിയാൻ സാധിക്കും. രാഹുൽ ഒഴിയുന്ന സീറ്റിൽ ആര് മത്സരിക്കുമെന്ന ആകാംക്ഷയും ശക്തമാണ്. VR കാർത്തിക് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. കാർത്തിക്, UPയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് രാഹുൽ വയനാട് ഉപേക്ഷിക്കാൻ നിർബന്ധിതനായിരിക്കുന്നത്, അല്ലേ? പാർവതി, റായ്ബറേലിയിലും വയനാട്ടിലും വലിയ വിജയമാണ് രാഹുലിന് ഉണ്ടായത്. ഇത്തരത്തിൽ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണം. ഏത് മണ്ഡലം ഒഴിയുന്നു, ഏത് മണ്ഡലം നിലനിർത്തുന്നു എന്ന കാര്യത്തിലാണ് തീരുമാനം അറിയിക്കേണ്ടത്. ഈ സമയപരിധി ചൊവ്വാഴ്ച അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ രാഹുൽ ഗാന്ധി ആ തീരുമാനം പരസ്യമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം വ്യക്തമാക്കും എന്നാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ. ഏതായാലും രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തും എന്ന സൂചനകൾ തന്നെയാണ് ശക്തമാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ വയനാട്ടിലെത്തിയിരുന്നു. വയനാട്ടിലെത്തി വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനൊപ്പം
താൻ ഏത് തീരുമാനമെടുത്താലും അത് വയനാടിനും റായ്ബറേലിക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന തീരുമാനമായിരിക്കും എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്താനുള്ള സാധ്യതകളാണ് കൂടുതൽ. മറ്റൊന്ന്, KPC അധ്യക്ഷൻ തന്നെ നേരത്തെ കേരളത്തിൽ പരസ്യമാക്കിയിരുന്നു വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിയുമെന്നും UPയിലെ റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്തുമെന്നും. കാരണം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. UPയിൽ പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ പാർട്ടിയുടെ വിശാലമായ താൽപര്യത്തിനൊപ്പം രാഹുൽ ഗാന്ധി നിൽക്കണം എന്നൊരു അഭിപ്രായം UP കോൺഗ്രസ് ഘടകവും ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിനൊപ്പം രാഹുൽ നിൽക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യും. മാത്രമല്ല, റായ്ബറേലി ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ സോണിയാഗാന്ധി അടക്കമുള്ളവർ റായ്ബറേലിയിൽ എത്തി പറഞ്ഞത് ഞാൻ എൻ്റെ മകനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നാണ്. അത്തരത്തിൽ വൈകാരികമായ ഒരു അടുപ്പം റായ്ബറേലിയുമായുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു രാഹുൽ ഗാന്ധി. വയനാട്ടിലെത്തിയപ്പോഴും രാഹുൽ ഗാന്ധി തന്റെ തീരുമാനം പരസ്യമാക്കിയില്ല. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി റായ്ബറേലിക്കും വയനാട്ടിലും ഒരുപോലെ സന്തോഷം നൽകുന്ന തീരുമാനം കൈക്കൊള്ളും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇന്നോ നാളെയോ രാഹുൽ ആ തീരുമാനം പരസ്യമാക്കും. അത് വയനാട് ഒഴിയുമെന്നും. രാഹുൽ ഗാന്ധി വയനാട് വിട്ടു പോകുകയാണെങ്കിൽ പകരം ആര് എന്ന കാര്യത്തിലൊരു ആകാംക്ഷയുണ്ട്. പ്രിയങ്ക ഗാന്ധി വരാനുള്ള സാധ്യതയുണ്ടോ? രാഹുൽ ഗാന്ധി ഒഴിയുന്ന സീറ്റിലേക്ക് ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും അധികം ആകാംക്ഷ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും വയനാട് സീറ്റായിരിക്കും രാഹുൽ ഒഴിയാൻ തീരുമാനിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വയനാട്ടിൽ അടുത്ത സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചർച്ചകൾ നേരത്തെ തന്നെ സജീവമാണ്. കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ പരസ്യമായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഈ ഘട്ടത്തിൽ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് പ്രിയങ്കയുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രചരണത്തിൽ സജീവമായി നിലനിൽക്കാനാണ് പ്രിയങ്ക ഗാന്ധി ആഗ്രഹിച്ചത്. UPയിലെ പ്രചരണത്തിലായിരുന്നു സജീവമായും പ്രിയങ്ക പങ്കെടുത്തത്. UPയിൽ വലിയ വിജയം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നൊരു ആഗ്രഹം പ്രിയങ്ക ഗാന്ധിക്കില്ല എന്നാണ് അത് പ്രിയങ്ക ഗാന്ധിയോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ പ്രിയങ്ക എത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിലും പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഒഴിയുന്ന സീറ്റായതുകൊണ്ട് തന്നെ അവിടേക്ക് പ്രിയങ്ക ഗാന്ധി എത്തണമെന്ന ആവശ്യം ശക്തമാണ്. പക്ഷേ വയനാട് സീറ്റ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ അത് തങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിം പ്രതിനിധിക്ക് നൽകണം എന്ന ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്നും UDFിനുള്ളിൽ തന്നെ ഉയർന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഏത് സീറ്റ് ഒഴിയും എന്ന് ഇന്നോ നാളെയോ അറിയാം. അത് വയനാടാവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അങ്ങനെയെങ്കിൽ രാഹുലിൻ്റെ പിൻഗാമിയായി വയനാട്ടിലേക്ക് ആരെത്തും എന്ന ആകാംക്ഷയിലേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. റായ്ബറേലി വയനാട് സീറ്റുകളിൽ ഏത് നിലനിർത്തണമെന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടാകും. രാഹുൽ ഒഴിയുന്ന സീറ്റിൽ ആര് മത്സരിക്കുമെന്ന ആകാംക്ഷയും ശക്തമാണ്. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും VR രാകേഷ്. VR കാർത്തിക്. ഇടുക്കി പൈനാവിൽ ഭാര്യ മാതാവിനെയും ചെറുമകളെയും പെട്രോൾ ഒഴിച്ചു കത്തിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷ് പിടിയിലായി. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കമ്പമേട്ടിൽ നിന്നാണ് ഇയാളെ ഇടുക്കി പോലീസ് പിടികൂടിയത്. വയോധികയുടെയും മകന്റെയും വീടിൽ നിന്ന് പുലർച്ചെ തീയിട്ടിരുന്നു. വീട് കത്തിച്ചത് ഇയാൾ തന്നെയാണെന്നാണ് നിഗമനം. കൃത്യം നിർവഹിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. സംഭവം ഒരു മൂന്നേകാലായ സമയത്താണ്. ഒരു മൂന്നേകാല സമയത്ത് നമ്മുടെ ഒരു മരുവഞ്ചർക്ക് ഇവിടെ നിന്ന് വന്നിക്ക് വേഷം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവൻ വരുമ്പോൾ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുക. തീ കത്തുന്ന കണ്ടിട്ട് അവനെ അവിടെ ആളുകളെ വിളിച്ചറിയിച്ച് പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു, സ്റ്റേഷനെ വിളിച്ച് വിവരം അറിഞ്ഞ് ഇങ്ങനെ വന്നു. ആരാ കത്തിച്ചെന്നോ എത്ര പേരുണ്ടായിരുന്നോ ഒന്നും നമുക്കറിയത്തില്ല. മുമ്പൊരു കേസും പ്രശ്നമൊക്കെ ഇതുമായിട്ടുള്ളത് കൊണ്ടും അവരിപ്പോൾ ഓൾറെഡി ആശുപത്രിയിലായതുകൊണ്ടും അവരാരും ഇവിടെ ഇട്ടതാനും. രണ്ടാം പിള്ളേരും അമ്മയും മോനും ഉള്ളൂ, അമ്മ മക്കളും ഉള്ളൂ. ആ കുഞ്ഞ് 2 വയസ്സ് പ്രായമുള്ള കൊച്ചിനെ കഴിഞ്ഞ 10 ദിവസം മുമ്പ് തീ കൊത്തി അത് ആശുപത്രിയിൽ, അമ്മ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ ഡിസ്ചാർജ് ആകുന്നൊരു കാലം പോലും ആയില്ല. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ ഇത് ചെയ്ത് മറ്റെന്തെങ്കിലും ആണോ നമുക്കൊന്നും അറിയത്തില്ല. VK സ്റ്റാലിനുണ്ട് ഇടുക്കിയിൽ നിന്നും. സ്റ്റാലിൻ, അക്രമത്തിന് കാരണം എന്തെന്നാണ് പോലീസ് പറയുന്നത്? പാർവതി, ഈ കുടുംബവുമായിട്ടുള്ള മരുമകൻ സന്തോഷിന്റെ വൈരാഗ്യമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ കാരണമായിട്ട് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 6-ാം തീയതി വ്യാഴാഴ്ചയാണ് ഈ സംഭവത്തിന്റെ ആദ്യത്തെ തുടക്കം. ഭാര്യ മാതാവിനെയും അതുപോലെ തന്നെ ചെറുമകളെയും ഇവിടെ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷമാണ് ഇയാൾ ഇപ്പം കടന്നു കളഞ്ഞത്. അന്നു മുതൽ പോലീസ് ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു. എന്നാൽ കുറെ ദിവസങ്ങളായിട്ടും ഇയാളെ പിടികൂടാത്തതിന്റെ പേരിൽ നാട്ടുകാരും ഏറെ രോഷാകുലരായിരുന്നു. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഈ വീടുകൾക്ക്, പ്രത്യേകിച്ചും വയോധിക താമസിച്ചിരുന്ന വീടിനും മകന്റെ വാടക വീടിനും തീ പടർന്നതായിട്ട് സമീപവാസികൾ കണ്ടത്.
അതേ തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ച് തീ കെടുത്തുകയായിരുന്നു. ഏതായാലും വാടക വീടിന്റെ ഒരു മുറി ഉൾപ്പെടെയുള്ള ഒരു പകുതിയോളം ഭാഗം നല്ല കത്തി നശിച്ചിട്ടുണ്ട്. ഈ വീട്ടിനുള്ളിൽ ഈ മരുമകൻ വയോധികയുടെ മകൻ ഇന്നലെ രാത്രിയിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ള ഒരു നിഗമനം ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതും പ്രകാരം ആണ് ഇയാൾ പുലർച്ചെ വന്ന് ഈ കൃത്യം നിർവഹിച്ച് കടന്നത്. ഏതായാലും തമിഴ്നാട് പ്രദേശത്ത് ഇയാൾ ഉണ്ട് എന്നുള്ള ധാരണയിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് തമിഴ്നാട്ടിലെ ഇടുക്കി പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ ഇയാൾ കടക്കാൻ സാധ്യതയുണ്ട്. ഇയാളാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് തന്നെ തിരിച്ചു കടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിലെ പോലീസ് അതിർത്തി പ്രദേശങ്ങളിലും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും ബോഡിമെട്ട്, കമ്പമെട്ട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലും ജില്ലയിലെ ഉൾപ്പെടെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം ഈ വിവരം നൽകിയിരുന്നു. അതും പ്രകാരം രാവിലെ 7 മണിയോടെ ബോഡിമെട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഏതാനും സമയത്തിനകം ഏതാണ്ട് 1 മണിക്കൂറിനകം ഇടുക്കി പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിക്കുന്നതാണ്. ഏതായാലും വീടിന്റെ പരിസരത്ത് ഇനി ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പൊ ഉടനെ നടക്കും. പാർവതി, പൈനാവിൽ ഭാര്യ മാതാവിനെയും ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷ് പിടിയിലായി. ഇന്ന് പുലർച്ചെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. വിശദാംശങ്ങൾ നൽകിയത് VK സ്റ്റാലിൻ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തുടർച്ചയാണ് ഇന്നലെ ചേർന്ന ജില്ലാ കൌൺസിലും കണ്ടത്. രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് പരാജയത്തിന്റെ പ്രധാന കാരണം, ജനങ്ങളെ അകറ്റിയ പ്രധാന കാരണമെന്ന അഭിപ്രായമാണ് നിരവധി പ്രതിനിധികൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി മാറാതെ ഒരു തിരുത്തലിന് കഴിയില്ല, മുഖ്യമന്ത്രി മാറാതെ സർക്കാർ രക്ഷപ്പെടില്ല. മുഖ്യമന്ത്രിക്ക് എതിരെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും തിരിച്ചടിയായെന്ന വിമർശനം ഉയർന്നുവന്നു. സർക്കാരിലെ മറ്റു മന്ത്രിമാരുടെ പ്രവർത്തനത്തെയും സർക്കാരിന്റെ പൊതുവെയും പ്രവർത്തനം വളരെ മോശമെന്ന അഭിപ്രായമാണ് ജില്ലാ കൌൺസിൽ യോഗത്തിൽ ഉയർന്നത്. CPI മന്ത്രിമാർക്കും രൂക്ഷ വിമർശനമുണ്ടായി. മന്ത്രിമാർ പലപ്പോഴും കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ചെയ്ത കാര്യങ്ങളുടെ അടുത്തൊന്നും എത്താൻ അല്ലെങ്കിൽ ആ നിലവാരത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. കൃഷിമന്ത്രിയുടെ ഓഫീസിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനമാണ്, അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം, സർക്കാരിന്റെയും മുന്നണിയുടെയും അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്നെന്ന് യോഗം കുറ്റപ്പെടുത്തി. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരങ്ങൾ, സദസ്സുകൾ, അത് കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളായ 2 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും പായിപ്പാട് സ്വദേശി ഷിബുവിന്റെയും സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാരം നാളെ നടക്കും. തിരുവല്ല മേപ്രാൾ സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കും. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, എപ്പോഴാണ് ചടങ്ങുകൾ? കോട്ടയത്തുള്ള 2 സംസ്കാരവും ഉച്ചയ്ക്ക് ശേഷമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്തിത്താനത്താണ്. ഇത്തിത്താനത്ത് ശ്രീഹരിയുടെ വീട്ടിലാണ്. ഇവിടെ രാവിലെ ഏതാണ്ട് 7:30 തന്നെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പൊതുദർശനം ഈ വീട്ടിൽ തുടരുകയാണ്. ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെയുള്ള കൂട്ടത്തിലാണ് ശ്രീഹരി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ രാവിലെ തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഷിബു വർഗീസിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കാണ്. അത് പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്പസമയം കൂടി കഴിയുമ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെയാണ് സ്റ്റെഫിന്റെ സംസ്കാരം, പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ വീട്ടുവളപ്പിൽ തന്നെയാണ് ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. വീടിന്റെ പിന്നിലായി ഇതിനുള്ള ചിത അല്പസമയം കൂടി കഴിഞ്ഞാൽ ഒരുങ്ങും. 2 മണിക്കാണ് സംസ്കാരം തീരുമാനിച്ചിട്ടുള്ളത്. പ്രദീപ്, അതായത് ശ്രീഹരിയുടെ പിതാവ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ മൃതദേഹം എത്തുന്ന അന്ന് തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. വലിയ പോലീസ് സന്നാഹവും മറ്റും ഇവിടെയുണ്ട്. കൂടുതൽ ആളുകൾ തടിച്ചുകൂടും എന്ന് കണ്ട് വലിയ പോലീസ് സന്നാഹവും മറ്റും ഇവിടേക്ക് വരുന്നതിനുള്ള ക്രമീകരണവും മറ്റും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വൈകാരികമായാണ് കുടുംബം, അമ്മയും അച്ഛനുമൊക്കെ ശ്രീഹരിയുടെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഇവിടെ പ്രതികരിച്ചത്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ ഷിബു വർഗീസിന്റെ സംസ്കാരത്തിനുള്ള പ്രാഥമികമായ ചടങ്ങുകളും പള്ളിയിൽ നിന്നുള്ള ചടങ്ങുകളും മറ്റും ആരംഭിക്കും. പാർവതി. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളായ 2 പേരുടെ സംസ്കാരം ഇന്ന് ഉച്ചയോട് നടക്കും. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും പായിപ്പാട് സ്വദേശി ഷിബുവിന്റെയും സംസ്കാര ചടങ്ങുകളാണ് നടക്കുക. ഒപ്പം തിരുവല്ല
സ്വദേശി തോമസ് സി ഉമ്മന്റെ സംസ്കാര ചടങ്ങും ഇന്ന് നടക്കും. പാലക്കാട് മണ്ണാർക്കാട് കൊമ്പുംകുണ്ട് കോളനിയിലെ 17 ആദിവാസി കുടുംബങ്ങൾ നരകയാതനയിലാണ്. കൈവശരേഖയില്ലാത്ത ഭൂമിയിലെ തകർന്നു വീഴാറായ വീടുകളിൽ അന്തിയുറങ്ങുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ള 85ഓളം മനുഷ്യരാണ്. ദുരിതങ്ങളുടെ പെരുമഴക്കാലത്ത് ശുചിമുറി പോലുമില്ലാത്ത വീടുകളിൽ കഴിയുന്ന ആദിവാസികളോട് സർക്കാരും കനിവ് കാട്ടുന്നില്ല. തെൻകര പഞ്ചായത്തിലെ കൊമ്പംകുണ്ട് കോളനിയിൽ മുടുകർ വിഭാഗത്തിൽപ്പെട്ട 17 കുടുംബങ്ങളാണ് ദുരിതങ്ങളുടെ നടുവിൽ. ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വീടുകൾ. ചുമരിടിഞ്ഞു വീണ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മഴക്കാലത്താണ് ഒരു കുടുംബം മാറി താമസിച്ചത്. ശുചിമുറിയും ശുദ്ധജലവും അപ്രാപ്യമാണ്. മലയിറങ്ങിയാലേ ഒരു തുള്ളി വെള്ളം കിട്ടുകയുള്ളൂവെന്ന അവസ്ഥ. ആരെങ്കിലും വിളിച്ചാ പോണം, അല്ല വേറൊരു പണിയില്ല. പിന്നെ പഞ്ചായത്ത് പണിക്ക് കിട്ടുമ്പോ എടുക്കും. അവരോടൊക്കെ ചോദിക്കുമ്പോ അവരൊക്കെ വിവരമുള്ള ആൾക്കാരല്ലേ, ഒന്നും തരണ്ടേ, തന്നാലല്ലേ മേടിക്കാനാവുള്ളൂ. എനിക്ക് എന്റെ മകന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നടക്കണില്ല. കൊറൊക്കെ ഞാൻ പറയുന്നുണ്ടോ എല്ലാവരോടും കൊണ്ടുപോകാന്ന്, ആരും സ്വീകരിക്കണില്ല. അതാണ് എനിക്ക്. അതിന്റെ തന്തയില്ല, അച്ഛൻ മരിച്ച കൊല്ലങ്ങളാണ്. എന്റെ കുട്ടികളെ ഞാനും നോക്കണുള്ളൂ, വേറെ ആരുമില്ല. കേസുള്ളതിനാൽ ഭൂമിക്ക് കൈവശരേഖയില്ലാത്തതിനാൽ ലൈഫിൽ വീട് അനുവദിക്കാനാവില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. നികുതി സ്വീകരിക്കുന്നില്ലെങ്കിലും റേഷൻ കാർഡുണ്ട്. സാങ്കേതിക ന്യായം നിരത്തി സർക്കാർ കേന്ദ്രങ്ങൾ കൈയൊഴിയുമ്പോൾ പെരുമഴയെത്താവുന്ന മണ്ണിന്റെ മക്കൾ. അത് ഞങ്ങൾ കുറേയൊക്കെ അപേക്ഷകളൊക്കെ കൊടുത്താണ്, അവർ ശരിയാക്കി തരുന്നില്ല. മെമ്പർമാരോടൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചതാണ്, ഇന്നത്തെ വരെ അത് കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഇത് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് മാത്രം. ഇതിനടിപ്പെട്ടായ നീതിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാത്തത് അവരുണ്ടാക്കി തരുന്നുമില്ല. ഞങ്ങൾ കുറെ പറയണമുണ്ട്, അവര് ശരിയാക്കി തരാം ഇങ്ങനെ പറച്ചിലുണ്ട്. അവര് ശരിയാക്കി തരുന്നില്ല. കോളനിയിലെ ദൈവപ്പുര നിലംപൊത്തിയിട്ട് വർഷങ്ങളായി. വീടുകളൊന്നും യാതൊരു വിധത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നുമില്ല. ഭൂമി സംബന്ധമായ വ്യവഹാരം നീണ്ടുപോകയാൽ കോളനിയിലുള്ളവരെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിയിലേക്ക് അധികൃതർ കടന്നതുമില്ല. എന്താ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ. പക്ഷെ പോകാനും പറ്റില്ല. പറഞ്ഞ ഇവിടുത്തെ പണ്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ആ കാരണം ഇവിടുന്ന് പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. എന്നാലും പോകാൻ കുറച്ച് മടിയുണ്ട്. പറഞ്ഞ മുത്തശ്ശിമാരൊക്കെ ഇവിടെ ഉള്ളത് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ പോകാൻ പറഞ്ഞാലും പോകാനൊന്നും പറ്റില്ല. ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കോടികൾ ചെലവഴിക്കുന്ന നാട്ടിലാണ് അധസ്ഥിത വിഭാഗം ദുരിത വഴിയിൽ കിടക്കുന്നത്. ആദിവാസി ചരിത്രത്തോളം പഴക്കമുണ്ട് അവർക്കെതിരെയുള്ള നീതി നിഷേധവും. കാലമേറെ കഴിഞ്ഞിട്ടും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കൈവശ ഭൂമിയിൽ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന കുറെ മനുഷ്യരെയാണ് ഞങ്ങൾ ഇവിടെയും കണ്ടത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ബയോമൈനിംഗ് പുരോഗമിക്കുകയാണ്. 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങളാണ് ഇതുവരെ സംസ്കരിച്ചത്. PPCLന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റും പൂർത്തീകരിക്കുന്നതോടെ മാലിന്യ സംസ്കരണത്തിൽ ബ്രഹ്മപുരം പുതിയ അധ്യായമാകുമെന്നാണ് പ്രതീക്ഷ. ഈ ദൃശ്യങ്ങൾ ആരു മറന്നാലും കൊച്ചി നിവാസികൾ മറക്കില്ല. കാരണം തീപിടുത്തത്തിന്റെ ദുരിതമത്രയും കൊച്ചിയും പരിസര പ്രദേശങ്ങളും ദീർഘനാൾ ഏറ്റുവാങ്ങിയതാണ്. കൊച്ചിയിലെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ബയോമൈനിംഗ് പദ്ധതിയിലൂടെ മുഖം മിനുക്കുകയാണ്. ഇനിയൊരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ.
ബയോമൈനിങ്ങിലൂടെ 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിച്ചു. 4 ലക്ഷത്തിനടുത്ത മെട്രിക് ടൺ മാലിന്യങ്ങൾ സ്റ്റെബിലൈസേഷൻ നടപടികൾ പൂർത്തിയാക്കി. 1360 ലോഡ് ബയോമൈനിങ് വേസ്റ്റുകൾ സിമന്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയച്ചു. പ്ലാന്റിലേക്കുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് പകരം നവീകരിച്ച പുതിയ റോഡ് വന്നു. പ്ലാസ്റ്റിക് മലയിൽ എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാകുമോ എന്ന് നിരീക്ഷിക്കാൻ വാച്ച് ടവറും സ്ഥാപിച്ചിട്ടുണ്ട്. 3000 മെട്രിക് ടൺ മാലിന്യങ്ങൾ വരെ സംസ്കരിക്കാനുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒന്ന്. 2, നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിങ്ങൾ കണ്ടതാണ് ഇനിയൊരു തീപിടുത്തം, പ്ലാസ്റ്റിക്കിന്റെ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരൊറ്റ പ്ലാസ്റ്റിക് മല പോലും ബ്രഹ്മപുരത്ത് അവശേഷിക്കുന്നില്ല എന്നാണ് എനിക്ക് വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളെ കൺമുന്നിൽ നിങ്ങളുടെ വീഡിയോ ക്യാമറകളിൽ നിങ്ങൾ കണ്ടതാണ്. ഭൂമിയുടെ മേലുള്ള ഏതാണ്ട് മുഴുവൻ പ്ലാസ്റ്റിക്കും ഇവിടെ നിന്ന് മിക്കവാറും നമ്മൾ മാറ്റിക്കഴിഞ്ഞു. മൂന്നാമത് എനിക്ക് പറയാനുള്ള പോയിന്റ്, ഇത്തവണ നമ്മൾ ഇതിന്റെ ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ, അതായത് എത്ര ലെഗസി വേസ്റ്റ് ഉണ്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ നിങ്ങൾ കയറി വരുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആദ്യത്തെ ബയോമൈനിങ് കമ്പനി ആ 2 സൈഡും മാത്രമായിരുന്നു ബയോമൈൻ ചെയ്തിരുന്നത്. ഷെഡുകൾ ഉണ്ടായിരുന്നു. അതായത് ഞാനും കൂടി കൗൺസിലറായിരുന്ന പ്രൊഫസർ മേഴ്സി വില്യംസിന്റെ, അദ്ദേഹവും അന്ന് കൗൺസിലറാണ്, കാലത്ത് പണിത ബ്രഹ്മപുരത്തെ പഴയ പ്ലാന്റിന്റെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ട്. നിങ്ങൾ ബ്രഹ്മപുരം ഫയറിന്റെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് ആ റൂഫിന്റെ എല്ലാം മുകളിൽ, അതായത് താഴെ മുതൽ മുകളിലേക്കെല്ലാം പൈൽസ് ഓഫ് ഗാർബേജ് ആയിരുന്നു. അപ്പൊ അതുകൂടി നമ്മൾ ഇത്തവണത്തെ ബയോമൈനിങ്ങിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. മാലിന്യ സംസ്കരണത്തിനായുള്ള ബ്ലാക്ക് സോൾട്ട് GS ഫ്ലൈ എന്ന പട്ടാളപ്പുഴു പ്ലാന്റുകളും സജ്ജമാണ്. കൊച്ചി കോർപ്പറേഷൻ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് 50 ടൺ ശേഷിയുള്ള 2 പ്ലാന്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനിയൊരു തീപിടുത്തം ഉണ്ടാകില്ല എന്ന ആശ്വാസത്തിലും വിശ്വാസത്തിലുമാണ് കൊച്ചി നഗരം. ന്യൂസ് 18 കൊച്ചി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മകളുമായി കേരളത്തിൽ നാളെ ബലിപെരുന്നാൾ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. ഒമാനിൽ നാളെയായിരിക്കും പെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ബലിപെരുന്നാൾ. വിവിധ കേന്ദ്ര സർക്കാർ സർവീസുകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷ ഇന്ന് നടക്കും. സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യഘട്ടമാണ് നടക്കുന്നത്. 3 ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 61 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 23,666 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷ കണക്കിലെടുത്ത് വിപുലമായ യാത്രാ ക്രമീകരണങ്ങളാണ് KSRTC ഒരുക്കിയിട്ടുള്ളത്. പരീക്ഷാ കേന്ദ്രങ്ങൾക്കനുസരിച്ച് ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ സർവീസുകളാണ് KSRTC ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉക്രൈൻ സമാധാന ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ തുടങ്ങി. യുക്രൈനിലെ തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടിയിരുന്നു. 90 രാജ്യങ്ങളിലെയും ആഗോള സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. അർബുദം സ്ഥിരീകരിച്ചതിനു ശേഷം ബ്രിട്ടനിലെ വെയിൽസ് രാജകുമാരി കേറ്റ് മിഡിൽട്ടൺ ആദ്യമായി പൊതുരംഗത്തേക്ക്. ബ്രിട്ടനിലെ ചാൾസ് രാജാവിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായ മിലിറ്ററി പരേഡിലാണ് കേറ്റ് മിഡിൽട്ടൺ പങ്കെടുത്തത്. 3 കുട്ടികൾക്കൊപ്പമാണ് ചടങ്ങിലെത്തിയത്. 3 മാസങ്ങൾക്ക് മുൻപാണ് 42-കാരിയായ രാജകുമാരിക്ക് അർബുദബാധ സ്ഥിരീകരിക്കുകയും കീമോതെറാപ്പിക്ക് വിധേയയാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ക്രിസ്മസിന് ശേഷം അവർ ഒരു പൊതുപരിപാടികളിലും പങ്കെടുത്തിരുന്നില്ല. ഇനി ന്യൂസ് 18 ഡിജിറ്റൽ ഒറിജിനൽസ് പങ്ക്തിയായ ദ ലീഡറാണ്. ഇക്കുറി ദ ലീഡറിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് സന്ദീപ് ശശികുമാർ തയ്യാറാക്കിയ ജീവചരിത്ര വിവരണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോളം ആവേശം കൊള്ളിക്കുന്ന ഒരു പൈതൃകത്തിന്റെ നേരവകാശി, അതിലുമേറെ പാരമ്പര്യമുള്ളൊരു പാർട്ടിയുടെ ആവേശവും ആശാകേന്ദ്രവും. തന്റെ നേതാക്കളിൽ പലരെയും വിലക്കെടുത്തും വിലപേശിയും വിലങ്ങുവെച്ചും രാജ്യത്ത് നിന്ന് തന്നെ തന്റെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭീഷണികളെയെല്ലാം ഉന്നതമായ ജനാധിപത്യ ബോധത്തോടെ എതിരിട്ട ഒരു നേതാവ്. ഒരിക്കൽ പപ്പുമോൻ എന്ന് ഈ ലോകം പരിഹസിച്ചപ്പോഴും കാലം പാരമ്പര്യത്തിന്റെ കരുത്തും പാരമ്പര്യവും പകർന്നു നൽകിയ കർമ്മശേഷിയുമായി തന്റെ പാർട്ടിയുടെ ജീവശോഭ കെടാതെ സൂക്ഷിച്ച് പഴയ പ്രകരശേഷി വീണ്ടെടുക്കാൻ പ്രയത്നിച്ച പോരാളി. വിശേഷണങ്ങൾ ഒന്നുമധികമാകില്ല രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിനെ അടയാളപ്പെടുത്താൻ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാരം നിർണ്ണയിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തെ അടിയറവ് പറയിപ്പിച്ച് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിലേക്ക് കേവല ഭൂരിപക്ഷമുള്ള പാർട്ടിയായി കോൺഗ്രസിനെ കൈപിടിച്ച് കയറ്റുവാൻ കഴിഞ്ഞില്ലെങ്കിലും
ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസിന് പുതുജീവൻ നൽകാൻ കഴിഞ്ഞ ജനനായകനാണ് രാഹുൽ ഗാന്ധി. ജൂൺ 19 രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മൂത്ത മകനായി രാഹുൽ ഗാന്ധി ജനിക്കുന്നത്. കുഞ്ഞു രാഹുലിന്റെ അമ്മുമ്മയാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാജ്യം കണ്ട ഏറ്റവും ശക്തയായ വനിതയും ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയുമായ സാക്ഷാൽ ഇന്ദിരാഗാന്ധി. അമ്മുമ്മ പ്രധാനമന്ത്രിയായിരുന്നെങ്കിലും രാഹുലിന്റെ പിതാവ് അന്ന് ഇന്ത്യൻ എയർലൈൻസിലെ പൈലറ്റായി ജോലി ചെയ്യുകയായിരുന്നു. വലിയ പാരമ്പര്യവും കൈപ്പിടിയിൽ രാജ്യത്തിന്റെ അധികാരവും ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രിവിലേജുകളൊന്നും നൽകാതെ ഒരു സാധാരണ ബാലനെ പോലെ തന്നെ തന്റെ മകനെ വളർത്തണമെന്നായിരുന്നു രാജീവ് ഗാന്ധിയുടെ ആഗ്രഹം. ഡൽഹിയിലും ഹിമാലയത്തിന്റെയും ശിവാലിക് താഴ്വരയുടെയും ഇടയിലുള്ള ഡെറാഡൂണിലായിരുന്നു അദ്ദേഹം തന്റെ ബാല്യകാലം ചെലവഴിച്ചത്. ഡെറാഡൂണിലെ ദ ഡൂൺ സ്കൂളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഡൽഹിയിലെ സെന്റ് കൊളംബ സ്കൂളിൽ ചേർന്നു. 1984 ഒക്ടോബർ 31 രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിലേക്ക് ആദ്യ ദുരന്തം കടന്നു വരുന്നത്. തന്റെ മുത്തശ്ശിയുടെ അംഗരക്ഷകർ തന്നെ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തി. രാജ്യം നടുങ്ങിയ ദിനം. ലോകം ആ വാർത്ത കേട്ട് അമ്പരന്നു. വെറും 14 വയസ്സുള്ള രാഹുലിനോട് മരിക്കുന്നതിന് മുന്നേ മുത്തശ്ശി പറഞ്ഞിരുന്നു അത്രേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ കരയരുത്. ഇന്നും തന്റെ കുടുംബത്തിലും തന്റെ പാർട്ടിയിലും ഈ രാജ്യത്തും എന്തു തന്നെ സംഭവിച്ചാലും രാഹുലിന്റെ കണ്ണുനീർ ആരും കാണില്ല. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം സുരക്ഷാ കാരണങ്ങളാൽ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും വീട്ടിലിരുന്ന് പഠിച്ചു. തുടർന്ന് 1989 ബിരുദ പഠനത്തിനായി ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ചേർന്ന അദ്ദേഹം 1 വർഷം പൂർത്തിയാക്കിയ ശേഷം യുഎസിലെ മസാച്യൂസെറ്റ്സിലെ കേംബ്രിഡ്ജിലുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. പക്ഷേ തന്റെ മുത്തശ്ശി മരിച്ച് കൃത്യം 7 വർഷം കഴിഞ്ഞപ്പോൾ രാഹുലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതം അദ്ദേഹത്തെ തേടിയെത്തി. പ്രധാനമന്ത്രിയായിരുന്ന പിതാവ് രാജീവ് ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കവേ മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു. ഭാര്യയ്ക്കും മക്കൾക്കും അന്ത്യചുംബനം നൽകാൻ മുഖം പോലും ബാക്കി നൽകാതെ തമിഴ് പുലികൾ രാജീവ് ഗാന്ധിയുടെ ഉയിരെടുത്തു. പിതാവിന്റെ മരണത്തിന് പിന്നാലെ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹത്തെ യുഎസിലെ ഫ്ലോറിഡയിലെ റോളിൻസ് കോളേജിലേക്ക് മാറ്റി. തന്റെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കാൻ രാഹുൽ വിഞ്ചി എന്ന് പേരുപയോഗിച്ചു. 1994 റോളിൻസ് കോളേജിൽ നിന്ന് ആർട്സ് ബിരുദം പൂർത്തിയാക്കി. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് എംഫിൽ ചെയ്തു. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശേഷം ലണ്ടനിലെ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനമായ മോണിറ്റർ ഗ്രൂപ്പിൽ തന്റെ പ്രൊഫഷണൽ തൊഴിൽ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. മുംബൈയിൽ ബാക്കോപ്സ് സർവീസസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ടെക്നോളജി ഔട്ട്സോഴ്സിംഗ് സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചു. അവിടെ അദ്ദേഹം ഡയറക്ടർമാരിൽ ഒരാളായി പ്രവർത്തിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. രാജീവ് ഗാന്ധിയുടെ ഭാര്യയും രാഹുലിന്റെ അമ്മയുമായ സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ മക്കളെ വളർത്തുകയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞ് ആ ക്ഷണമെല്ലാം അവർ സ്നേഹപൂർവ്വം നിരസിച്ചു. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം പലപ്പോഴും അസ്ഥിരമായി. അങ്ങനെ സോണിയാഗാന്ധി 1998 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തു. 2004 മാർച്ചിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ പ്രവേശനം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ മണ്ഡലമായിരുന്ന ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു. 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് രാഹുൽ അമേഠിയിൽ വിജയിച്ചു കയറിയത്. 2004 സെപ്റ്റംബർ 24 രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തവും അദ്ദേഹം ഏറ്റെടുത്തു. രണ്ടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആവേശം കണ്ട ചെറുപ്പക്കാരായ നേതാക്കൾ രാഹുലിന് പിന്നിൽ അണിനിരന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ ബ്രിഗേഡ് എന്നൊരു യുവനിര രൂപപ്പെട്ടു. 2050 പൊതു തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തന്റെ ലോക്സഭാ സീറ്റ് നിലനിർത്തി. 2013 ജനുവരിയിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായി. സമൂഹത്തിലെ അധസ്ഥിതരുടെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ അദ്ദേഹം ഒരു മടിയും കാണിച്ചിരുന്നില്ല. 2011 മെയ് 11 ഹൈവേ പദ്ധതിക്കായി അധികാരികൾ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പേരിൽ വലിയ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണ നൽകിയതിന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2014 പൊതു തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി അമേഠി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ സീറ്റ് നിലനിർത്തി. പക്ഷേ അക്കുറി കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന്റെ മേൽ വിധിയുടെ അഗ്നിപരീക്ഷണം അവിടെ ആരംഭിച്ചു. പാർട്ടി കൂടുതൽ ദുർബലപ്പെട്ടുകൊണ്ടേയിരുന്നു. നേതാക്കൾ പരസ്പരം പോരടിച്ചു. ചിലർ കൂടുമാറി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അധികാര കസേര വിട്ടൊഴിയേണ്ടി വന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് BJP പ്രഖ്യാപിച്ചു. രാഹുലിനെ യുവരാജാവ് എന്ന് വിളിച്ച് പ്രധാനമന്ത്രി തന്നെ പലകുറി കളിയാക്കി. അതിനിടയിൽ ഒരിക്കൽ ക്യാബിനറ്റ് മന്ത്രി വെങ്കയ്യ നായിഡു രാഹുലിനെ പപ്പുജി എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ പപ്പു എന്ന പേരിൽ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ട്രോളിയിരുന്നു. 2017 ഡിസംബറിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കെത്തി. തൊട്ടടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വലിയ പരാജയം നേരിട്ടു.
അമേഠിയിൽ രാഹുൽ ഗാന്ധിയും തോറ്റു. പക്ഷേ വയനാട്ടിൽ മത്സരിച്ച അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു. ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള ആളെണ്ണം പോലും കോൺഗ്രസിന് ലഭിച്ചില്ല. വെറും 52 സീറ്റുകളുമായി കോൺഗ്രസ് ഒതുങ്ങി. 303 സീറ്റുകൾ BJP മാത്രം നേടി. ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ തുടർന്നു. 2019 ജൂലൈ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നിറങ്ങിയ രാഹുൽ വെറുതെ ഇരുന്നില്ല. രാജ്യത്തെ പോരടിച്ചു നിന്ന കോൺഗ്രസ് നേതാക്കളെ ഒന്നിപ്പിച്ചു. ഉള്ളിൽ നിന്നും പ്രസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാൻ ഒരുമ്പിട്ടിറങ്ങിയവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു. വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹം പോരാടി. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിച്ച് ഇന്ത്യ എന്നൊരു പുതിയ സഖ്യമുണ്ടാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുവരെ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടില്ലാത്ത അത്ര വിട്ടുവീഴ്ചകൾ ചെയ്തു. രാഹുലിന്റെ പദ്ധതികൾക്കെല്ലാം 100% പിന്തുണ നൽകി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടെ നിന്നു. കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതിലല്ല, മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പാർട്ടി നേതാക്കളെ പഠിപ്പിച്ചു. ഇക്കുറി 400 സീറ്റുകൾ എന്ന ലക്ഷ്യവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂട്ടരെയും വിറപ്പിക്കുന്ന പ്രചാരണം അദ്ദേഹം നടത്തി. അമേഠി ഒഴിവാക്കി വയനാടിന് പുറമെ റായ്ബറേലിയിലും രാഹുൽ മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് കോൺഗ്രസുകാർ പോലും രാഹുലിന്റെ പദ്ധതികൾ വിജയം കാണുന്നത് തിരിച്ചറിഞ്ഞത്. അധികാരം നേടാനായില്ലെങ്കിലും ഇരട്ടിയോളം സീറ്റുകൾ കോൺഗ്രസ് വിജയിച്ചു. 99 സീറ്റുകൾ. കഴിഞ്ഞ തവണ രാഹുൽ പരാജയപ്പെട്ട അമേഠി ഇക്കുറി പ്രാദേശിക നേതാവിനെ ഇറക്കി കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയും ചെയ്തു. സഖ്യത്തിലെ പാർട്ടികളെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. 400 സീറ്റുകൾ ലക്ഷ്യമിട്ടിറങ്ങിയ BJPക്ക് തനിച്ച് ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. വേണമെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന സാഹചര്യം. ലക്ഷ്യം നേടാൻ കുറുക്കുവഴികളില്ല എന്നതായിരുന്നു രാഹുലിന്റെ നിലപാട്. അപ്പുറത്തു നിന്നും നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും മറുകണ്ഠം ചാടിച്ച് രൂപീകരിക്കുന്ന സർക്കാരിന് ആയുസ് കുറവായിരിക്കും എന്ന് രാഹുൽ തന്റെ സഖ്യകക്ഷികളെ ബോധ്യപ്പെടുത്തി. രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അസാധ്യമല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. വിജയത്തോളം തിളക്കമാർന്നൊരു പരാജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആ ഇഷ്ടം പ്രകടമാകുന്നുണ്ട് എന്നതാണ് പുതിയ കാര്യം. ഇൻസ്റ്റഗ്രാം, എക്സ്, യൂട്യൂബ് എന്നീ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ വളർച്ചാ നിരക്കാണ് നിലവിൽ രാഹുൽ ഗാന്ധിക്ക്. ഇൻസ്റ്റാഗ്രാമിൽ രാഹുലിന് ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ 30% പ്രതിമാസ വളർച്ച. ഈ സമയം പ്രധാനമന്ത്രിയുടെ ഫോളോവേഴ്സിന്റെ വളർച്ചാ നിരക്ക് 5% കുറയുകയും ചെയ്തു. നിലവിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മോദിയെക്കാളും BJPയെക്കാളും പിന്നിലാണെങ്കിലും ജനപ്രീതിയിലുണ്ടായ ഈ വർധനവ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഈ മനുഷ്യൻ പപ്പുമോനല്ല, ജനങ്ങൾക്ക് മുന്നിലും പപ്പുവല്ല, BJPക്ക് പോലും പപ്പു എന്ന് വിളിച്ച് എഴുതിത്തള്ളാൻ കഴിയാത്ത നിലയിലേക്ക് കാലം ഈ മനുഷ്യനെ പരുവപ്പെടുത്തിയിരിക്കുന്നു. രാജ്യത്തിന്റെ അധികാരം ഈ മനുഷ്യനിൽ നിന്നും ഒരുപാട് അകലെയല്ല എന്ന സന്ദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. പപ്പുമോൻ എന്ന പരിഹാസത്തിൽ നിന്നും ജനങ്ങളുടെ പ്രിയപ്പെട്ട രാഗ എന്ന ദ്വയാക്ഷരിയിലേക്ക് പരകായ പ്രവേശം നടത്തിയ ഈ ജനനേതാവ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ അടുത്ത പോർമുഖം തുറക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം. ക്യാമ്പയിനായി മാറേണ്ടതായിരുന്നു. പക്ഷേ സംഭവിച്ചത് രാഷ്ട്രീയ ക്യാമ്പയിന് പകരം അതൊരു മത അടിസ്ഥാനത്തിലുള്ള യോഗങ്ങളായി മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച ശേഷം പലപ്പോഴും അവിടെ സംസാരിക്കും